ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജാനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത്, കരുവന്നൂർ എന്ന ചെറുകഥാസമാഹാരം രചിച്ചത് ആരാണ്? ആൻസർ ടി പത്മനാഭൻ. കരുവന്നൂർ എന്ന കഥാസമാഹാരം ആരുടേതാണ്? ടി പത്മനാഭന്റേതാണ്. അടുത്തത്, എം.ടി. വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? വൈശാഖനാണ്. വൈശാഖൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? എം.കെ. ഗോപിനാഥൻ നായരുടെ കേട്ടോ. അപ്പം വൈശാഖനാണ് എം.ടി. വാസുദേവൻ നായർക്ക് ശേഷം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് നിയമിതനായത്. ആദ്യം എം.ടി. വാസുദേവൻ നായരായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ആ സ്ഥാനം ഏറ്റെടുത്തത് വൈശാഖനാണ്. വൈശാഖന്റെ യഥാർത്ഥ പേര് എം.കെ. ഗോപിനാഥൻ നായർ എന്നാണ് കേട്ടോ. അടുത്തത്, സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. അടുത്തത് നോക്കാം. അണ്ടർ 90 വനിതാ 2020 ലോകകപ്പ് സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? ആൻസർ ഗോൺഗാഡി തൃഷ. ഗോൺഗാഡി തൃഷയാണ് അണ്ടർ 90 വനിതാ 2020 ലോകകപ്പില് സെഞ്ചുറി നേടിയ ആദ്യ താരം. അടുത്തത്, 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പ് വേദി ഇന്ത്യയിലാട്ടോ. അടുത്തത്, 38ാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ്. അതില് കേരളത്തിന്റെ പതാകവാഹകരാണ് PS ജീനയും മുഹമ്മദ് ജാസിലും. PS ജീന ബാസ്കറ്റ്ബോൾ താരവും മുഹമ്മദ് ജാസിൽ വുഫു താരവുമാണ് കേട്ടോ. അപ്പൊ 38ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലാണ്. കേരളത്തിന്റെ പതാകവാഹകര് PS ജീനയും മുഹമ്മദ് ജാസിലുമാണ്. പിന്നെ ഇതിന്റെ ഭാഗ്യചിഹ്നം മൗളി ആണ്. ഭാഗ്യചിഹ്നം മൗളി. പിന്നെ 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് ഏത് രാജ്യത്താണ് നടക്കുന്നത്? ചൈനയിലാട്ടോ. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് നടക്കുന്നത് ചൈനയിലാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്തത്, റംസർ കൺവെൻഷന്റെ കീഴില് അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളായിട്ട് അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ഇന്ത്യൻ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂറും. റംസർ കൺവെൻഷന്റെ കീഴില് അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളായിട്ട് മാറിയ അന്താരാഷ്ട്ര അംഗീകാരം നേടിയ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂറും. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ 100ാമത്തെ വിക്ഷേപണ ദൌത്യമാണ് NVS-02. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ 100ാമത്തെ വിക്ഷേപണ ദൌത്യമാണ് NVS-02. അതിന്റെ റോക്കറ്റാണ് GSLV F-15. നമുക്കൊന്നുകൂടെ നോക്കാം. കരുവന്നൂർ എന്ന ചെറുകഥാസമാഹാരം രചിച്ചത് ടി പത്മനാഭനാണ്. പിന്നെ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് വൈശാഖനാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് M.K. ഗോപിനാഥൻ നായർ. അടുത്തത്, സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. അടുത്തത്, അണ്ടർ 90 വനിതാ 2020 ലോകകപ്പ് സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് ഗോൺഗാഡി തൃഷ. അടുത്ത 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതിൽ കേരളത്തിന്റെ പതാകവാഹകര് PS ജീനയും മുഹമ്മദ് ജാസിലുമാണ്. PS ജീന ബാസ്കറ്റ്ബോൾ താരവും മുഹമ്മദ് ജാസിൽ വുഫു താരവുമാണ്. ഇതിന്റെ ഭാഗ്യചിഹ്നം മൗളിയാണ്. അതേപോലെ 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് നടക്കുന്നത് ചൈനയിലെ ഹർബിനിൽ വെച്ചിട്ടാണ്. ചൈനയിൽ കേട്ടോ. അടുത്തത്, ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പിന്നെ പറഞ്ഞത്, റംസാർ കൺവെൻഷന്റെ കീഴിൽ അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളായിട്ട് അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂറും. പിന്നെ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ 100ാമത്തെ വിക്ഷേപണ ദൌത്യമാണ് NVS-02. അതിന്റെ റോക്കറ്റാണ് GSLV F-15. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നാളെ ഇനിയും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.